നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 എന്ന വർഷത്തെ സാമാന്യമായ വിഷുഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പുണർതം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് നോക്കാനുള്ളത്. അപ്പം വിഷുഫലം പറയുന്ന ഒരു രീതിയുണ്ട്, അതനുസരിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. മീനശനി, ഇടവവ്യാഴം, കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം, തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്ത് മേടവിഷു സംക്രമം, അതായത് 2025 ഏപ്രിൽ 14-ാം തീയതി പുലർച്ചെ 3:21 മേടവിഷു സംക്രമം നടന്നത്. അപ്പോൾ ഈ സംക്രമം നടക്കുന്ന വിഷു സംക്രമം നടക്കുന്ന അല്ലെങ്കിൽ മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തുള്ള നക്ഷത്രം, അതായത് സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വിഷുഫലം പ്രധാനമായിട്ടും ഗണിക്കുന്നത്. അതുപോലെ ആ സമയത്തുള്ള തിഥി, കരണം തുടങ്ങിയവയും നമ്മൾ നോക്കാറുണ്ട്. തിഥിയുടെ പകുതിയാണ് കരണം എന്ന് പറയുന്നത്. സമയം കൃത്യമാക്കാനുള്ള ഒരു കാര്യമാണ് ഈ തിഥിയെ കുറച്ചുകൂടെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കരണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം സമയത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ പ്രവചനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിഷു സംക്രമ നക്ഷത്രത്തെ ആസ്പദമായിട്ട് ചിന്തിക്കുമ്പം പുണർതം നക്ഷത്രം അന്ത്യശൂലം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല. കാര്യതടസ്സമോ ദുഃഖമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനക്ലേശം നന്നായിട്ടുണ്ടാകും. തൊഴിൽപരമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ മാത്രം ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കുറച്ചൊരാശ്വാസം ലഭിക്കുന്നതുമാണ്. അപ്പം വിഷുഫലവും ഗ്രഹചാരഫലവും ചേർത്ത് പൊതുവെ പറഞ്ഞാൽ പുണർതം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത്. തൊഴിൽ ക്ലേശമോ ധനനാശമോ ഭൂമി നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. വലിയ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനും സാധിക്കും. തസ്കരഭയം, ഒടിവ്, ചതവ് തുടങ്ങിയവയും ഈ കാലത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. അനുഭവത്തിൻ്റെ തീവ്രത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചും പിന്നെ ഗ്രഹങ്ങളുടെ തൽക്കാല സ്ഥിതി വെച്ച് ഗ്രഹചാരഫലം അനുസരിച്ചൊക്കെ കുറേയൊക്കെ വ്യത്യാസപ്പെടും. പക്ഷേ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. എപ്പോഴും അല്ലെങ്കിൽ പോലും കുറേയൊക്കെ സാധിച്ചു കിട്ടും. പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചൊരു പിന്തുണ കിട്ടുകയില്ല, അല്ലെങ്കിൽ അവർക്കൊരു അംഗീകാരം കിട്ടാത്തതിൻ്റെ വിഷമം ഉണ്ടാകും. എപ്പോഴും നന്നായിട്ട് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും നമ്മൾ മനസ്സർപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ വിജയം സിദ്ധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ തുടങ്ങുന്നവർക്ക് ബാങ്കുകളിൽ നിന്നോ സ്വകാര്യ ഏജൻസികളിൽ നിന്നൊക്കെ പണം ലഭിക്കുന്നതാണ്, വായ്പകൾ കിട്ടുന്നതാണ്. പക്ഷേ അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് പലപ്പോഴും പ്രയാസപ്പെടും. വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാനോ ഒക്കെ അവസരങ്ങൾ കിട്ടുന്നതാണ്. സുഹൃത്തുക്കൾക്കായിട്ട് കൂടുതൽ സമയം നീക്കി വെക്കേണ്ടി വരും. സ്വന്തം കാര്യങ്ങൾ പലതും വീട്ടുകാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കേണ്ടി വരും, അതായത് വീട്ടുകാരുടെ കാര്യങ്ങൾക്കായിട്ട്. അതുപോലെ തന്നെ ആരോഗ്യ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നത് പല പ്രയാസങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു പ്രയാസം ഒഴിവാക്കേണ്ടതാണ്. അവനവൻ്റെ കാര്യത്തിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മിഥുനക്കൂറിൽ വരുന്ന പുണർതം നക്ഷത്രക്കാർക്ക് വിഷുഫലവും ഗ്രഹചാരവും അത്ര ഗുണകരമല്ല. വിഷുഫലവും ഗ്രഹചാരഫലവും, ഗ്രഹചാരഫലം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും. അപ്പോൾ അത് വഴി ഉണ്ടാകുന്ന ഓരോ രാശികളിൽ കൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന താൽക്കാലിക ഫലമാണ് ഗ്രഹചാരഫലം, ഗ്രഹസഞ്ചാര ഫലമാണ്. അവർക്ക് കർമ്മഭാവത്തിലെ ശനി ദോഷകരമാകാം മിഥുനക്കൂറുകാർക്ക്. അതുപോലെ വ്യാഴം അതിചാരത്തിൽ ജന്മക്കൂറിലും 2-ലും പിന്നെ ജന്മക്കൂറിലും വരുമ്പോൾ അത് ഇത്ര ഗുണകരമല്ല. മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. വ്യാപാരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. യാത്രകളും അലച്ചിലുകളുമൊക്കെ ഉണ്ടാകും. അനിഷ്ടകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് പോലും അനിഷ്ടകരമായ പല അനുഭവങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം. ധനനഷ്ടവും ഉണ്ടാകാം. അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളൊക്കെ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. വിഷുഫലം കൊണ്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥിരതയില്ല, ജീവിതത്തിന് ഒരു സ്ഥിരത കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉള്ളിൽ ഉണ്ടാവുകയും അതുമൂലം ഒരു മനോദുഃഖം അനുഭവപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അങ്ങനെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള തടസ്സം,
പിന്നെ ബന്ധുജനഹാനി ഇവയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു വർഷമാണ്. ഇനി നമുക്ക് വിഷുഫലത്തിൻ്റെ ഭാഗമായിട്ട് ആയം, വ്യയം, കന്തായം എന്നുള്ള കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. മിഥുനക്കൂറിൽ വരുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ആയം എന്ന് പറയുന്നത് 14, വ്യയം 2 അത് ഗുണകരമാണ്. അതായത് ആയം എന്ന് പറഞ്ഞാൽ വരവാണ്, വരവ് കൂടിയിരിക്കുന്നു. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്, അത് കുറഞ്ഞിരിക്കുന്നു. വരവ് 14, വ്യയം 2 വരുന്നത്. അത് ഗുണകരമാണ്. വലിയ നഷ്ടങ്ങളുണ്ടാകാതെ കാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചിലപ്പോൾ ധനലാഭം ഉണ്ടാകാം. വലിയ നഷ്ടങ്ങൾ, വലിയ കബളിപ്പിക്കൽക്കൊന്നും ഇടയാകാതെ അത് ഈ യോഗം ഗുണം ചെയ്യും. പുണർദം നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 7, 2, 1 അതുകൊണ്ട് മേടം മുതലുള്ള 4 മാസം ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. സാമാന്യമായ ധനലാഭവും കിട്ടും. ചിങ്ങം മുതൽ 4 മാസം ശരാശരി ഫലങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ധനു മുതൽ 4 മാസം ആവശ്യാനുസൃതമായ രീതിയിൽ നമുക്ക് പണം വേണ്ടപ്പം ലഭിക്കും. അല്ലാത്ത സമയത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊന്നും ചിലപ്പം പറ്റിയെന്നിരിക്കുകയില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകും. ഇതാണ് ആയം, വ്യയം, കന്തായം എന്നുള്ള ഫലങ്ങൾ. ഇനി പുണർദം നക്ഷത്രക്കാർ ഈ വിഷുഫലത്തിൻ്റെ അനുസൃതമായിട്ടുള്ള വഴിപാടുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വിഷ്ണുപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ബുധദശയിലോ ശുക്രദശയിലോ ചന്ദ്രദശയിലോ ആണ് ഇപ്പം നിങ്ങളുള്ളതെങ്കിൽ പക്കപ്പിറന്നാൾ തോറും വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ ദർശനം നടത്തിയിട്ട് പാൽപ്പായസമോ തുളസിമാലയോ വെണ്ണയോ ഒക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു നെയ്വിളക്ക് തെളിച്ചാലും നമുക്ക് ഗുണകരമായ ഫലങ്ങൾ കിട്ടുന്നതാണ്. ഏതായാലും ദർശനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. പുണർദം നക്ഷത്ര ദിവസം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. നെയ്വിളക്കോ വെറ്റിലമാലയോ ഒക്കെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ശനി ഭഗവാനും ശാസ്താവിനും മഹാദേവനും അതോടൊപ്പം കുടുംബദേവതയ്ക്കും കൂടെ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഈ വിഷുഫലം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നതുമാണ്. ഇതാണ് പുണർദം നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ വിഷുഫലം ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആരോഗ്യവും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.